എല്ലാവർക്കും PSC വോയേജറിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഒരു പ്രൊവിഷണൽ ആൻസർ കീ അനാലിസിസ് ആണ് നടത്തുന്നത്. ജൂൺ 21 PSC നടത്തിയ ലാബ് അസിസ്റ്റന്റ് മെയിൻസ് എക്സാമിന്റെ പ്രൊവിഷണൽ ആൻസർ കീ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതനുസരിച്ചിട്ട് നമ്മുടെ ആൻസേഴ്സ് എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്ത് നോക്കാം. ചില ചോദ്യങ്ങൾ ഡിലീഷൻ പോകാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ടൊന്ന് നോക്കി വരാം. ബൂർബൺ രാജവംശം ഏത് രാഷ്ട്രവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫ്രാൻസ്, റഷ്യ, ചൈന, റോം. ബൂർബൺ രാജവംശം ഫ്രാൻസുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഒന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. തീവ്ര ദേശീയ പ്രസ്ഥാനത്തിന് ഉദാഹരണമായ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം? ഓപ്ഷൻ എ ജർമ്മൻ, ബി ഇറ്റലി, സി സെർബിയ, ഡി ഹംഗറി. പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയ രാജ്യം ഓപ്ഷൻ സി സെർബിയയാണ്. ജർമ്മനി നേതൃത്വം നൽകിയത് പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിനായിരുന്നു. ഈ തീവ്രദേശീയതയിൽ അധിഷ്ഠിതമായിട്ട് രൂപം കൊണ്ട പ്രസ്ഥാനങ്ങളായിരുന്നു പാൻസ്ലാവ് പ്രസ്ഥാനം, പാൻ ജർമ്മൻ പ്രസ്ഥാനം, അതുപോലെ പ്രതികാര പ്രസ്ഥാനം. അതിൽ പാൻസ്ലാവ് പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് സെർബിയയും, പാൻ ജർമ്മൻ പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ജർമ്മനിയും, പ്രതികാര പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകിയത് ഫ്രാൻസും ആയിരുന്നു. അപ്പോൾ ഈ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് സെർബിയയാണ്. രണ്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ ചോദ്യം. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? പണ്ഡിറ്റ് KP കറുപ്പൻ, വാഗ്ഭടാനന്ദൻ, വൈകുണ്ഠസ്വാമികൾ, ചട്ടമ്പി സ്വാമികൾ. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, വാഗ്ഭടാനന്ദൻ. 1917 വാഗ്ഭടാനന്ദൻ ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത്. അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി. നാലാമത്തെ ചോദ്യം. ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ നാഷണൽ ആർമി. ഇന്ത്യൻ നാഷണൽ ആർമിയുടെ ഫൗണ്ടർ ആരാണ്? റാഷ് ബിഹാരി ബോസ്. അപ്പോൾ എ വരുന്നത് 3 ആണ്. അപ്പൊ A3 വരുന്നത് ഏതൊക്കെയുള്ളത്? ബിയും ഡിയും ഉണ്ട്. ഇനി നമുക്ക് നോക്കാം. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി. ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമിയുടെ ഫൗണ്ടർ സൂര്യ സെൻ ആണ്. അപ്പോ B4. ബിയിലും ഡിയിലും ബിക്ക് 4 തന്നെയാണ് വന്നിരിക്കുന്നത്. സി സ്വരാജ് പാർട്ടി. സ്വരാജ് പാർട്ടിയുടെ ഫൗണ്ടർ ആണ് CR ദാസ്. അപ്പോ സി വരുന്നത് 1. ഇതില് ബിയില് വന്നിട്ടുണ്ട് C1 ആണ് വന്നിരിക്കുന്നത്. ഡി കൊടുത്തിരിക്കുന്നത് C2 ആണ്. അപ്പൊ അങ്ങനെയാണ് നമുക്ക് ആൻസറിലേക്ക് എത്താം. നാലാമത്തെ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. ഗദർ പാർട്ടിയുടെ ഫൗണ്ടർ ആരാണ്? ലാല ഹർദയാൽ ആണ്. അപ്പൊ നമ്മുടെ ഓപ്ഷൻ വരുന്നത്, നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. 2025 പത്മവിഭൂഷൺ പുരസ്കാരത്തിന് അർഹയായ കുമുദിനി രജനീകാന്ത് ലക്കിയ ഏതു മേഖലയിലാണ് പ്രശസ്തി ആർജിച്ചത്? ഓപ്ഷൻ ബി നൃത്തം. ഈ കുമുദിനി രജനീകാന്ത് ലഖിയ കഥക് നൃത്ത രൂപത്തിൽ പ്രശസ്തയായിരുന്ന വ്യക്തിയായിരുന്നു. ഇത് നമ്മൾ ഡെയിലി കറണ്ട് അഫെയർ സെഷനിൽ, ഏപ്രിൽ മാസത്തിലെ ഡെയിലി കറണ്ട് അഫെയർ സെഷനിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ആ കൂട്ടത്തിൽ പറഞ്ഞു പോയതാണ്. കുമുദിനി രജനീകാന്ത് ലഖിയ നൃത്ത മേഖലയിൽ, കഥക് മേഖലയിൽ പ്രശസ്തി ആർജിച്ച വ്യക്തിയായിരുന്നു. അപ്പൊ അഞ്ചാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് ആറാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഓരോ പ്രസ്താവനകൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അത് ശരിയായ പ്രസ്താവനയാണ് അല്ലെ? ചമ്പാരൻ സത്യാഗ്രഹം നീലം കർഷകരുമായി ബന്ധപ്പെട്ട് നടത്തിയ സമരമായിരുന്നു. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കാം. കർഷക തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു അഹമ്മദാബാദിലെ സത്യാഗ്രഹം. അത് തെറ്റാണല്ലേ? അഹമ്മദാബാദിലെ സത്യാഗ്രഹം എന്തിനെ തുടർന്നുള്ള സമരമായിരുന്നു? തുണിമില്ലുടമകൾ അവരുടെ പ്ലേഗ് ബോണസ് നൽകുന്നത് നിർത്തലാക്കിയതിനെ തുടർന്ന് ഗാന്ധിജി 1918 നടത്തിയ സത്യാഗ്രഹമായിരുന്നു അഹമ്മദാബാദിലെ സത്യാഗ്രഹം. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. തുണിമിൽ തൊഴിലാളികളുടെ പ്രശ്ന പരിഹാരമായിരുന്നു ഗാന്ധിജി നടത്തിയ ഖേഡ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. അതും തെറ്റാണ്. കർഷക തൊഴിലാളികളുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നു ഖേഡ സത്യാഗ്രഹം നടത്തിയത്. ഇപ്പൊ 2ഉം 3ഉം തെറ്റാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പിലാക്കാൻ ആവശ്യപ്പെട്ടു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ്? 1ഉം 4ഉം ആണ് ഇവിടെ ശരിയായിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഏഴാമത്തെ ചോദ്യം. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്ന പ്രദേശം? പൊന്മുടി, കൊടൈക്കനാൽ, നീലഗിരി, നെല്ലിയാമ്പതി. ഇതിൽ ഓപ്ഷൻ സി നീലഗിരിയിലാണ് പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും സംഗമിക്കുന്നത്. അപ്പോൾ ഏഴാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി. എട്ടാമത്തെ ചോദ്യം. ആപേക്ഷിക ആർദ്രത കൂടുതൽ ഉള്ള തണുത്ത നീണ്ട രാത്രികൾ ഇത് രൂപം കൊള്ളാൻ കാരണമാകുന്നു? ഓപ്ഷൻ എ തുഷാരം,
മൂടൽ മഞ്ഞ്, ഉറഞ്ഞ മഞ്ഞ്, നേർത്ത മഞ്ഞ്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. തുഷാരമാണ് ഉത്തരം വരുന്നത്. എട്ടാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. ഒൻപതാമത്തെ ചോദ്യം, ദേശീയ ജലപാത 3 ഏതു മുതൽ ഏതു വരെയാണ് ബന്ധിപ്പിക്കുന്നത്? ഓപ്ഷൻ എ അലഹബാദ് മുതൽ ഹാൽഡിയ വരെ, കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ, സാദിയ മുതൽ ധൂബ്രി വരെ, മുകളിൽ കൊടുത്തവയല്ല. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. കോട്ടപ്പുറം മുതൽ കൊല്ലം വരെ. ഇതൊക്കെ ഒരുപാട് തവണ PSC റിപ്പീറ്റ് ചെയ്ത് ചോദിച്ച ചോദ്യങ്ങളാണ്. അപ്പോൾ ഇനിയും ഇത് വരാൻ സാധ്യതയുണ്ട്. അപ്പൊ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ ഒമ്പതാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. താഴെ കൊടുത്തവയിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണങ്ങൾ ഏവ? ഓരോന്നും ഏതു തരം ശിലയാണെന്ന് നമുക്കൊന്ന് നോക്കാം. ചുണ്ണാമ്പുകല്ല്. ചുണ്ണാമ്പുകല്ല് എന്ന് പറയുന്നത് എന്താണ്? അവസാദ ശിലയാണ്. ഇനി ഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ഏതു തരം ശിലയാണ്? ആഗ്നേയ ശിലയാണ് ഗ്രാനൈറ്റ്. ആഗ്നേയ ശില. കൽക്കരി എന്ന് പറയുന്നത് എന്ത് ശിലയാണ്? അത് അവസാദ ശില തന്നെയാണ്. മാർബിൾ എന്ന് പറയുന്നത് കായാന്തരിത ശിലയാണ്. മാർബിൾ കായാന്തരിത ശിലയാണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അവസാദ ശിലകൾക്ക് ഉദാഹരണം ഏതാണ്? 1ഉം 3ഉം. ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത്. 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. ഇനി നമുക്ക് 11ാമത്തെ ചോദ്യം നോക്കാം. ആകാശത്തിൽ പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം. ഓപ്ഷൻ എ സിറസ്, ബി ക്യുമുലസ്, സി നിംബസ്, ഡി സ്ട്രാറ്റസ്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. സ്ട്രാറ്റസ് ആണ് പാളികൾ പോലെ കാണപ്പെടുന്ന മേഘം. അപ്പൊ 11ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 12ാമത്തെ ചോദ്യം, അനാസാഗർ തടാകം ഏതു സംസ്ഥാനത്തിലാണ്? ഓപ്ഷൻ എ ഗുജറാത്ത്, ബി രാജസ്ഥാൻ, സി മധ്യപ്രദേശ്, ഡി ജാർഖണ്ഡ്. ആൻസർ ഓപ്ഷൻ ബി രാജസ്ഥാൻ. 12ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 13ാമത്തെ ചോദ്യം നോക്കാം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല ഏത്? ഓപ്ഷൻ എ ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി, വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ്, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. വിശ്വേശ്വരയ്യ അയൺ ആൻഡ് സ്റ്റീൽ വർക്ക്സ് ലിമിറ്റഡ് ആണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് വ്യവസായശാല. അപ്പോ 13ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 14ാമത്തെ ചോദ്യം നോക്കാം. ആഗോളവൽക്കരണം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? ഓപ്ഷൻ എ രാജ്യങ്ങൾ തമ്മിലുള്ള ദ്രുത സംയോജന പ്രക്രിയയാണ്. ഇത് ശരിയാണല്ലേ? അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. രാജ്യങ്ങൾക്കിടയിൽ കൂടുതൽ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും നിക്ഷേപവും സാങ്കേതിക വിദ്യയും നീങ്ങുന്നു. അതും ശരിയാണ്. ലോകത്തിലെ മിക്ക പ്രദേശങ്ങളും പരസ്പരം അടുത്ത ബന്ധം പുലർത്തുന്നു. ഇത് മൂന്നും ശരിയാണ്. അപ്പോൾ മുകളിൽ പറഞ്ഞവയെല്ലാം ഓപ്ഷൻ ഡി ആണ് ഈ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത്. 14ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇനി നമുക്ക് 15ാമത്തെ ചോദ്യം നോക്കാം. വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ച പഞ്ചവത്സര പദ്ധതി ഏത്? ഓപ്ഷൻ എ 9ാം പഞ്ചവത്സര പദ്ധതി, ബി 8ാം പഞ്ചവത്സര പദ്ധതി, സി 6ാം പഞ്ചവത്സര പദ്ധതി, ഡി 7ാം പഞ്ചവത്സര പദ്ധതി. അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 9ാം പഞ്ചവത്സര പദ്ധതിയിലാണ് വികേന്ദ്രീകൃത ആസൂത്രണത്തിന് തുടക്കം കുറിച്ചത്. 15ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 16ാമത്തെ ചോദ്യം നോക്കാം. ഹരിത വിപ്ലവത്തിനെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? നമുക്ക് ഓരോ പ്രസ്താവനയും വായിച്ചു നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക. അത് ശരിയാണ്. ഹരിത വിപ്ലവത്തിന്റെ ഒരു പ്രത്യേകതയായിരുന്നു അത്. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളത്. അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഭക്ഷ്യധാന്യ ഉൽപാദനത്തിൽ വിദേശ ആശ്രയത്വം നേടിയെടുക്കുക. അത് തെറ്റാണ്. ആധുനിക ജലസേചന സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ 1ഉം 3ഉം ശരിയാണ്. അങ്ങനെ വരുന്ന ഉത്തരം ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 16ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. ഇനി നമുക്ക് 17ാമത്തെ ചോദ്യം നോക്കാം. വാണിജ്യ ബാങ്കുകളുടെ ധർമ്മങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ എ നിക്ഷേപങ്ങൾ സ്വീകരിക്കുന്നു. അത് വാണിജ്യ ബാങ്കിന്റെ ധർമ്മമാണ്. പണം അച്ചടിച്ചിറക്കുന്നു. അത് തെറ്റാണല്ലേ? പണം അച്ചടിച്ചിറക്കുന്ന ആരാണ്? കേന്ദ്ര ബാങ്കാണ് പണം അച്ചടിച്ചിറക്കുന്നത്. വായ്പകൾ നൽകുന്നതും വാണിജ്യ ബാങ്കുകളുടെ ധർമ്മമാണ്. ലോക്കർ സൗകര്യം നൽകുന്നതും വാണിജ്യ ബാങ്കുകളുടെ ധർമ്മമാണ്. അപ്പൊ ധർമ്മങ്ങളിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി പണം അച്ചടിച്ചിറക്കുന്നു. അത് കേന്ദ്ര ബാങ്കിന്റെ ധർമ്മമാണ്. അപ്പൊ 17ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 18ാമത്തെ ചോദ്യം. 2025 ഏപ്രിൽ 30 ചുമതലയേറ്റ കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ശാരദ മുരളീധരൻ, എ ജയതിലക്, വി വേണു, വി പി ജോയ്. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി എ ജയതിലക് ആണ് കേരളത്തിന്റെ 50ാമത്തെ ചീഫ് സെക്രട്ടറി. ഇതും നമ്മൾ കറണ്ട് അഫയർ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. 19ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം.
പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഇന്ത്യ നടത്തിയ സൈനിക നടപടിയുടെ പേര്? ഓപ്പറേഷൻ വിജയ്, ഓപ്പറേഷൻ ബ്രഹ്മ, ഓപ്പറേഷൻ മേഘദൂത്, ഓപ്പറേഷൻ സിന്ദൂർ. ഇതിന്റെ ഉത്തരം ഓപ്പറേഷൻ സിന്ദൂർ ആണ്. 19ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. ഈ ചോദ്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഏപ്രിൽ മാസത്തെ ഡെയിലി കറണ്ട് അഫെയർ സെഷനിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ക്ലാസ് കണ്ടു നോക്കുക. ഇനി നമുക്ക് 20ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏത്? ഓരോ പ്രസ്താവനയായിട്ട് നമുക്ക് നോക്കി വരാം. 1946 ക്യാബിനറ്റ് മിഷൻ പദ്ധതിയിലെ നിർദ്ദേശങ്ങൾ അനുസരിച്ചാണ് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിക്കപ്പെട്ടത്. അത് ശരിയായ പ്രസ്താവനയാണ്. രണ്ടാമത്തെ പ്രസ്താവന, ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ തിരഞ്ഞെടുത്തത് ജനസംഖ്യയ്ക്ക് ആനുപാതികമായി പരോക്ഷ തിരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിലൂടെ ആയിരുന്നു. അതും ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന അനുപാതത്തിലാണ് ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചത്. അത് തെറ്റായ പ്രസ്താവനയാണ്. 5 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന രീതിയിലല്ല, 10 ലക്ഷം ജനങ്ങൾക്ക് ഒരാൾ എന്ന രീതിയിലായിരുന്നു. അതായത് 1:10 lakh എന്ന രീതിയിലായിരുന്നു ഭരണഘടനാ നിർമ്മാണ സഭയിലേക്ക് അംഗങ്ങളെ നിശ്ചയിച്ചിരുന്നത്. അപ്പോ ഇതിന്റെ അകത്ത് വരുന്നത് ശരിയായിട്ടുള്ളത് ഏതൊക്കെയാണ്? 1ഉം 2ഉമാണ്. അപ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. 20ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. ഇനി നമുക്ക് 21ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുവാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം. ഇതിനെക്കുറിച്ച് പറയുന്ന വകുപ്പ് ഏതാണ്? ഡി ആണ് അല്ലെ, 1D. അപ്പൊ 1D വരുന്നത് 3 വരുന്നുണ്ട്. എയും ബിയും സിയും ഉണ്ട്. ഇനി മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള സ്വാതന്ത്ര്യം, അത് വരുന്നത് വകുപ്പ് 26 അപ്പൊ 2C ആണ് വരുന്നത്. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ ഏത് വകുപ്പാണ്? വകുപ്പ് 18 അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം, അത് വകുപ്പ് 22 4B ആണ് വരുന്നത്. അപ്പൊ 1D, 2C, 3A, 4B അങ്ങനെ വരുന്നത് ഓപ്ഷൻ സി ആണ്. 21ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 22ാമത്തെ ചോദ്യം, ഇന്ത്യൻ സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസിന്റെ പേരെന്താണ്? RS ഗവായ്, സഞ്ജീവ് ഖന്ന, BR ഗവായ്, DY ചന്ദ്രചൂഡ്. ഓപ്ഷൻ സി BR ഗവായി ആണ് സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസ്. 22ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് 23ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന സ്വത്തിനുള്ള അവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് നോക്കാം. 1978 വരെ സ്വത്തിനുള്ള അവകാശം ഒരു മൗലിക അവകാശമായിരുന്നു. അത് ശരിയാണ്. ഭരണഘടനയുടെ 30A വകുപ്പ് പ്രകാരം നിലവിൽ സ്വത്തിനുള്ള അവകാശം ഒരു നിയമപരമായ അവകാശം മാത്രമാണ്. ഇത് തെറ്റാണ്. കാരണം 30A വകുപ്പ് പ്രകാരമല്ല, 300A വകുപ്പ് പ്രകാരമാണ് സ്വത്തിനുള്ള അവകാശം നിയമപരമായ അവകാശം മാത്രമാണ് എന്നൊരു കോട്ടിലേക്ക് വരുന്നത്. ഇനി മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കേ. ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരുന്ന കാലത്താണ് സ്വത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. അത് തെറ്റാണ്. ഇന്ദിരാഗാന്ധി അല്ലായിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി, മൊറാർജി ദേശായി ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി. അപ്പൊ ഇതിൽ വരുന്നത് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മാത്രമാണ് ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത്. അപ്പൊ ഓപ്ഷൻ എ ആണ് ഉത്തരം. 23ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. ഇനി നമുക്ക് 24ാമത്തെ ചോദ്യം നോക്കാം. താഴെ പറയുന്ന ഇനങ്ങളിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട വിഷയം കണ്ടെത്തുക. നമുക്ക് ഓരോന്നും ഏത് ലിസ്റ്റിലാണ് ഉൾപ്പെടുന്നതെന്ന് നോക്കാം. വിദ്യാഭ്യാസം വരുന്നത് ഏത് ലിസ്റ്റിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ്. വനവും കൺകറന്റ് ലിസ്റ്റിൽ തന്നെയാണ് വരുന്നത്. ഇൻഷുറൻസ് വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. പോലീസ് വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്ന ഓപ്ഷൻ സി ആണ്. 24ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. ഇനി 25ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ വരുത്തിയ ചില പ്രധാനപ്പെട്ട ഭരണഘടനാ ഭേദഗതികൾ ചുവടെ തന്നിരിക്കുന്നു. ചേരുംപടി ചേർക്കുക. നോക്കാം. എയും ബിയും തമ്മിലൊന്ന് മാച്ച് ചെയ്യാം.
42ാമത് ഭേദഗതിയാണ് എങ്ങനെ അറിയപ്പെടുന്നത്? മിനി ഭരണഘടന, മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അത് അറിയപ്പെടുന്നത്. 61ാമത് ഭേദഗതിയിൽ എന്താണ്? തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്നതിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു. 74ാമത് ഭേദഗതി എന്താണ് പറയുന്നത്? നഗരപ്രദേശങ്ങളിലെ പ്രാദേശിക ഗവൺമെന്റുകളെ സംബന്ധിച്ച്. 91ാമത് ഭേദഗതി പറയുന്നത് മന്ത്രിസഭയിലെ അംഗങ്ങളുടെ എണ്ണം പരിമിതപ്പെടുത്തുന്നത് സംബന്ധിച്ച്. അപ്പൊ എങ്ങനെയാണ് 1 വന്നേക്കുന്നത്? 1B, 2D, 3A, 4C. അപ്പൊ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. 25ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 26ാമത്തെ ചോദ്യം നോക്കാം. കേരള സംസ്ഥാനത്തിലെ പഞ്ചായത്തുകളിലെയും മുനിസിപ്പാലിറ്റികളിലെയും വാർഡുകൾ വിഭജിച്ച് അവയുടെ അതിർത്തികൾ നിശ്ചയിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി 2024 രൂപീകരിച്ച കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ്? ഓപ്ഷൻ എ എസ് ഹരികിഷോർ, ബി എ ഷാജഹാൻ, സി പ്രണബ് ജ്യോതിനാഥ്, ഡി രത്തൻ യു. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്, എ ഷാജഹാൻ ആണ്. കാരണം കേരള സംസ്ഥാന ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അധ്യക്ഷൻ തന്നെയായിരിക്കും. അപ്പോ ഈ ഒരു കാര്യം അറിയാവുന്നവർക്ക് ഇതിന്റെ ഉത്തരത്തിലേക്ക് എളുപ്പം എത്തിച്ചേരാൻ പറ്റും. അപ്പൊ 26ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 27ാമത്തെ ചോദ്യം. സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആര്? പ്രധാനമന്ത്രി, മുഖ്യമന്ത്രി, രാഷ്ട്രപതി, ഗവർണർ. ഗവർണർ ആണ് സ്റ്റേറ്റ് പബ്ലിക് സർവീസ് കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത്. 27ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 28ാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെ വെച്ചായിരുന്നു? കൽക്കത്ത, ഡൽഹി, ബോംബെ, ലാഹോർ വെച്ചിട്ടാണ്. അതായത് 28ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡി ആണ്. ലാഹോർ വെച്ചിട്ടാണ് പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ച കോൺഗ്രസ് സമ്മേളനം. ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെഷനാണ്. 1929 ജവഹർലാൽ നെഹ്റുവിന്റെ അധ്യക്ഷതയിൽ വെച്ച് നടന്ന ഒരു സമ്മേളനമായിരുന്നു. PSC ഒരുപാട് തവണ ചോദിക്കാറുള്ള ഒരു സെഷനാണ് ഇത്, INC സെഷൻ. അപ്പൊ 28ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി ഇന്ത്യൻ ആദായ നികുതി നിയമം 1961 പ്രകാരം കേന്ദ്ര സർക്കാർ പിരിക്കുന്ന പ്രത്യക്ഷ നികുതി ഏതാണ്? നമുക്ക് ഓരോന്നും നോക്കാം. വ്യക്തിഗത ആദായ നികുതി അതേതാണ്? അത് പ്രത്യക്ഷ നികുതിയാണ്. കോർപ്പറേറ്റ് നികുതിയും പ്രത്യക്ഷ നികുതി തന്നെയാണ്. കേന്ദ്ര ചരക്ക് സേവന നികുതി ഇത് പരോക്ഷ നികുതിയാണ്. കേന്ദ്ര ചരക്ക് സേവന നികുതി എന്ന് പറയുന്നത് പരോക്ഷ നികുതിയാണ്. അതുപോലെ സംയോജിത ചരക്ക് സേവന നികുതിയും പരോക്ഷ നികുതിയാണ്. അപ്പൊ അങ്ങനെയാണ് ഇതിൽ ഏതൊക്കെയാണ്? 1ഉം 2ഉം മാത്രമാണ് പ്രത്യക്ഷ നികുതികൾ വരുന്നത്. 1 and 2 ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. 29ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 30ാമത്തെ ചോദ്യം നോക്കാം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുടെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? ഗ്രാമപ്രദേശങ്ങളിൽ അധിവസിക്കുന്ന ഏതൊരു കുടുംബത്തിനും ഒരു സാമ്പത്തിക വർഷം 100 ദിവസത്തിൽ കുറയാത്ത അവിദഗ്ധ കായിക തൊഴിൽ ആവശ്യാനുസരണം ഉറപ്പാക്കുക, ദരിദ്രരുടെ ഉപജീവനവുമായി ബന്ധപ്പെട്ട് വിഭവാടിത്തറ ശക്തിപ്പെടുത്തുക, സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന എല്ലാ കുടുംബങ്ങളെയും പദ്ധതിയിൽ ചേർക്കുക. PSC ഇതിന് നൽകിയിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2 and 3. 30ാമത്തെ ചോദ്യത്തിന് നൽകിയിരിക്കുന്ന ഉത്തരം ഓപ്ഷൻ ബി ആണ്. 31ാമത്തെ ചോദ്യം. താഴെ കൊടുത്ത പ്രസ്താവനകളിൽ സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളുമായി യോജിക്കുന്നവ ഏതെല്ലാം? നമുക്ക് ഓരോന്ന് നോക്കാം. സാമ്പത്തിക സ്ഥിരത കൈവരിക്കുക അത് സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യമാണ്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക അതും ധനനയത്തിന്റെ ലക്ഷ്യം തന്നെയാണ്. അനാവശ്യ ചെലവുകൾ നിയന്ത്രിക്കുക ഇത് 3ഉം സർക്കാർ ധനനയത്തിന്റെ ലക്ഷ്യങ്ങളാണ്. അപ്പോ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി 1, 2 and 3 ആണ്. 31ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 2024 ജൂലൈ 15 മുതൽ ഇന്ത്യയുടെ വിദേശകാര്യ സെക്രട്ടറിയായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് ആര്? വിക്രം മിശ്രി, വിനയ് മോഹൻ ക്വാത്ര, വിജയ് കേശവ് ഗോഖലെ, എസ് ജയശങ്കർ. ഓപ്ഷൻ എ ആണ് ഉത്തരം വിക്രം മിശ്രി. 32ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 33ാമത്തെ ചോദ്യം നോക്കാം. ബൗദ്ധിക വെല്ലുവിളി നേരിടുന്നവരുടെ സമഗ്ര വികസനത്തിനായി കേരള സർക്കാർ അംഗീകരിച്ച കരിക്കുലത്തിന്റെ അടിസ്ഥാനത്തിൽ തൊഴിൽ പരിശീലനം, നൈപുണ്യ വികസനം എന്നിവ നൽകുന്നതിനായി സാമൂഹ്യ നീതി വകുപ്പ് നടപ്പിലാക്കാൻ തീരുമാനിച്ച പദ്ധതി?
പ്രചോദനം പദ്ധതി, മന്ദഹാസം പദ്ധതി, പ്രതിഭാ പദ്ധതി, പരിണയം പദ്ധതി. ഇതിന്റെ ഉത്തരം PSC നൽകിയിരിക്കുന്ന ഓപ്ഷൻ എ ആണ്, പ്രചോദനം പദ്ധതി. 33ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 34ാമത്തെ ചോദ്യം, 2023 ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായ നഗരം ഏത്? മൈസൂർ, ബാംഗ്ലൂർ, പൂനെ, ന്യൂഡൽഹി. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി, ന്യൂഡൽഹിയിലാണ് ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനത്തിന് വേദിയായത്. അപ്പൊ 34ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 35, എന്താണ് ക്യൂണിക്കൾച്ചർ? കൂൺ വളർത്തൽ, മുയൽ വളർത്തൽ, പക്ഷി വളർത്തൽ, കാട വളർത്തൽ. ഓപ്ഷൻ ബി, മുയൽ വളർത്തലാണ് ക്യൂണിക്കൾച്ചർ. 35ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 36ാമത്തെ ചോദ്യം, റോബർട്ട് ബ്രൗൺ എന്ന ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ജന്തുശരീരം കോശങ്ങളാൽ നിർമ്മിതമാണെന്ന് കണ്ടെത്തി. അത് റോബർട്ട് ബ്രൗൺ അല്ല. വിഭജിക്കുന്ന കോശങ്ങളെ നിരീക്ഷിച്ചു. അതുമല്ല. കോശകേന്ദ്രം കണ്ടെത്തി. കോശകേന്ദ്രം കണ്ടെത്തിയതാണ് ആര്? റോബർട്ട് ബ്രൗൺ. അപ്പൊ ഈ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. കോശകേന്ദ്രം കണ്ടെത്തിയതാണ് റോബർട്ട് ബ്രൗൺ. 36ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. എന്താണ് പിനങ്ക സബ്റ്ററേനിയ? ഒരു അപൂർവ ഇനം ഈന്തപ്പന, ഒരു ഇനം മുളവൃക്ഷം, മത്സ്യങ്ങളിലെ ഒരു ഇനം സൂര്യകാന്തി. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒരു അപൂർവ ഇനം ഈന്തപ്പനയാണ് പിനങ്ക സബ്റ്ററേനിയ. 37ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 38ാമത്തെ ചോദ്യം നോക്കാം. രക്തത്തിലെ പ്ലാസ്മയിൽ കാണപ്പെടുന്ന ഒരു പ്രോട്ടീൻ. ട്രോപ്പോണിൻ, ഗ്ലോബുലിൻ, ഗ്യാസ്ട്രിൻ, ഗ്ലൂക്കഗോൺ. അതില് ഗ്ലോബുലിൻ ആണ് പ്ലാസ്മയിൽ കാണപ്പെടുന്ന പ്രോട്ടീൻ. 38ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 39ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ബാക്ടീരിയ രോഗം അല്ലാത്തത് ഏത്? ഓപ്ഷൻ എ, ക്ഷയരോഗം, ബി, ഡിഫ്തീരിയ, സി, ആന്ത്രാക്സ്, ഡി, മീസിൽസ്. നമുക്ക് ഓരോന്നും എന്താണെന്നൊന്ന് നോക്കാം. ക്ഷയരോഗം എന്ന് പറയുന്നത് ബാക്ടീരിയ രോഗമാണ്. ഡിഫ്തീരിയയും ബാക്ടീരിയ രോഗമാണ്. ആന്ത്രാക്സും ബാക്ടീരിയ രോഗമാണ്. മീസിൽസ് എന്ന് പറയുന്നത് ഒരു വൈറൽ ഡിസീസ് ആണ്. വൈറസ് രോഗകാരിയാണ് ഈ രോഗം പരത്തുന്നത്. അപ്പൊ മീസിൽസ് ആണ് ഇവിടെ ബാക്ടീരിയ രോഗം അല്ലാത്തത്. 39ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഇനി 40ാമത്തെ ചോദ്യം. ഗവൺമെന്റ് ആശുപത്രികളിൽ രോഗികൾക്ക് ഗുണമേന്മയും സൗഹാർദ്ദപരമായ സേവനവും ലഭ്യമാക്കുന്ന പദ്ധതിയാണ് ആർദ്രം, ആശ്വാസകിരൺ, സാന്ത്വനം, താലോലം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്, ആർദ്രം. ഇത് ഒരുപാട് തവണ PSC ആവർത്തിച്ചിട്ടുള്ള ചോദ്യമാണ്. 40ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. 41ാമത്തെ ചോദ്യം നോക്കാം. വിറ്റമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഒരു രോഗം. ഓപ്ഷൻ എ, നിശാന്തത, ബി, വായ്പുണ്ണ്, സി, സ്കർവി, ഡി, കണരോഗം. ഇതില് വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം എന്ന് പറയുന്നത് കണരോഗമാണ്. ഓപ്ഷൻ ഡി ആണ്. നിശാന്തത ഉണ്ടാകുന്നത് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലവും, വായ്പുണ്ണ് വൈറ്റമിൻ ബിയുടെ ഡെഫിഷ്യൻസി മൂലവും, സ്കർവി വൈറ്റമിൻ സിയുടെ ഡെഫിഷ്യൻസി മൂലവുമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണരോഗം. 41ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 42ാമത്തെ ചോദ്യം നോക്കാം. ഭൂഗുരുത്വാകർഷണ ത്വരണം ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത് എവിടെയാണ്? ഭൂമിയുടെ കേന്ദ്രത്തിൽ, ധ്രുവപ്രദേശങ്ങളിൽ, ഭൂമധ്യരേഖാ പ്രദേശങ്ങളിൽ, ഭൗമോപരിതലത്തിൽ നിന്നും H ഉയരത്തിൽ. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. ധ്രുവപ്രദേശങ്ങളിലാണ് ജിയുടെ മൂല്യം ഏറ്റവും ഉയർന്നിരിക്കുന്നത്. 42ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 43ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. ചലിച്ചുകൊണ്ടിരിക്കുന്ന ദ്രാവക പടലങ്ങൾക്കിടയിൽ അനുഭവപ്പെടുന്ന കർഷണ ബലമാണ് ഡാഷ്. പ്രതല ബലം, അഡീഷൻ ബലം, ശ്യാനബലം, കൊഹിഷൻ ബലം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, ശ്യാനബലം. ഈ വിസ്കസ് ബലം എന്ന് പറഞ്ഞാലും ശ്യാനബലം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. അപ്പൊ 43ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 44ാമത്തെ ചോദ്യം. സമവർത്തുള ചലനത്തിൽ മാറ്റമില്ലാതെ തുടരുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? വേഗത, പ്രവേഗം, ത്വരണം, ആക്കം. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. വേഗതയാണ് മാറ്റമില്ലാതെ തുടരുന്നത്. 44ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ. 45ാമത്തെ ചോദ്യം. ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. വിജയ് ശർമ്മ, അജയ് ശർമ്മ, വിജയ് ബംഗ, അജയ് ബംഗ. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. അജയ് ബംഗയാണ് ലോകബാങ്ക് പ്രസിഡന്റായി നിയമിതനായ ഇന്ത്യൻ വംശജൻ. 45ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്.
46 2023 CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? പി സച്ചിദാനന്ദൻ, കെ സച്ചിദാനന്ദൻ, പെരുമ്പടവം ശ്രീധരൻ, ബെന്യാമിൻ. ഓപ്ഷൻ സി പെരുമ്പടവം ശ്രീധരനാണ് CV കുഞ്ഞിരാമൻ സാഹിത്യ പുരസ്കാരം 2023 ലഭിച്ചത്. 46ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 47ാമത്തെ ചോദ്യം നോക്കാം. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ ആരുടെ മൂലക വർഗീകരണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സമാന ഗുണങ്ങളുള്ള മൂലകങ്ങളെ ഒരു ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. 18 ഗ്രൂപ്പുകളും 7 പീരിയഡുകളും ഉണ്ട്. മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു. ഹൈഡ്രജൻ ആറ്റത്തിന് കൃത്യമായ സ്ഥാനം നൽകിയില്ല. അപ്പൊ ഇത്രയും പറയുമ്പോൾ ഈ അറ്റോമിക നമ്പറിന്റെ ആരോഹണ ക്രമത്തിൽ ക്രമീകരിച്ചു എന്നുള്ള പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഇത് ആരാണ്? മോസ്ലിയാണ്. ഹെൻറി മോസ്ലിയാണ് ഇതിന്റെ ഉത്തരം വരുന്നത്. 47ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. ഇനി 48ാമത്തെ ചോദ്യം. ഒരു അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്ന് ഉയരുന്ന വായു കുമിളയുടെ വലിപ്പം മുകളിലേക്ക് എത്തുന്തോറും കൂടി വരുന്നു. ഈ പ്രതിഭാസം ഏതു വാതക നിയമം ഉപയോഗിച്ച് വിശദീകരിക്കാം? ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്, ബോയിൽ നിയമം. P ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ വിത്ത് V, അതായത് പ്രഷറും വോളിയം ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ് എന്ന ഒരു നിയമമാണ് ബോയിൽ നിയമം. അപ്പോൾ ഈ നിയമം അനുസരിച്ചിട്ടാണ് അക്വേറിയത്തിന്റെ ചുവട്ടിൽ നിന്നും ഉയരുന്ന വായു കുമിളയുടെ വലുപ്പം മുകളിലേക്ക് എത്തുന്നതോറും കൂടി വരുന്നത്. 48ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 49ാമത്തെ ചോദ്യം. നിർവീര്യനായകമായ ജലത്തിന്റെ pH മൂല്യം 7 ആണ്. ജലത്തിലേക്ക് അല്പം ആസിഡ് ചേർത്താൽ ലായനിയുടെ pHന് എന്ത് മാറ്റം ഉണ്ടാകുന്നു? ആസിഡ് ചേർക്കുമ്പോൾ എന്താണ്? ആസിഡ് എന്ന് പറഞ്ഞാൽ അതിന്റെ pH റേഞ്ച് 0 to 7 ആണ്. അപ്പോൾ അതിലേക്ക് ആസിഡ് ചേർക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുക? നിർവീര്യ ലായനിയിലേക്ക് ആസിഡ് ചേർക്കുമ്പോൾ ലായനി ആസിഡ് സ്വഭാവം കാണിക്കും. അപ്പോ അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ pH എന്ന് പറയുന്നത് 7നേക്കാൾ കുറയണം. അപ്പൊ ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 49ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 50ാമത്തെ ചോദ്യം. 2024 രസതന്ത്ര നോബൽ പുരസ്കാര തുകയുടെ പകുതി ലഭിച്ചത് ആർക്കാണ്? ഇത് PSC പ്രൊവിഷണൽ ആൻസർ കീറ്റ് കൊടുത്തേക്കുന്നത് ഡേവിഡ് ബേക്കർ ആണ് കൊടുത്തേക്കുന്നത്. ശരിക്കും 2024 രസതന്ത്ര നോബൽ പുരസ്കാര ജേതാക്കൾ എന്ന് പറയുന്നത് ഡെമിസ് ഹസബിസും ജോൺ ജംബറും ഡേവിഡ് ബേക്കറും. ഇവർ 3 പേരും രസതന്ത്ര നോബൽ ജേതാക്കളാണ്. പക്ഷെ PSC ഇവിടെ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ സി ആണ്. 50ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആയിട്ടാണ് PSC കൊടുത്തിരിക്കുന്നത്. 51ാമത്തെ ചോദ്യം. ഏത് സംഘടനയാണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്? IUCN, ISRO, NASA, WWF. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ IUCN ആണ് പ്ലാനറ്റ് ഓൺ ദി മൂവ് എന്ന പേരിൽ റിപ്പോർട്ട് പുറത്തിറക്കിയത്. 52ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഓർ ശരിയായവ തിരിച്ചറിയുക. 2 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്, നമുക്കൊന്ന് വായിച്ചു നോക്കാം. 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ സ്വാതി തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് തിരുവിതാംകൂറിൽ കർണാടക സംഗീതം പ്രചരിച്ചു തുടങ്ങിയത്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. പ്രസ്തുത കാലഘട്ടത്തിൽ കർണാടക സംഗീതം രാജകീയ സദസ്സുകളിൽ മാത്രമായിരുന്നു പ്രചാരം നേടിയിരുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ എയും ബിയും ശരിയാണ്. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം വരുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 2025 നടന്ന IPL ക്രിക്കറ്റ് ലീഗിൽ തന്റെ ആദ്യ മത്സരത്തിൽ തന്നെ 5 വിക്കറ്റ് നേട്ടം സ്വന്തമാക്കി ശ്രദ്ധേയനായ മലയാളി ക്രിക്കറ്റ് താരം ആരായിരുന്നു? വിഷ്ണു വിനോദ്, വിഘ്നേഷ് പുത്തൂർ, സച്ചിൻ ബേബി, ഫാസിൽ തമ്പി. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി വിഘ്നേഷ് പുത്തൂർ. 53ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 54ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഓർ ശരിയായവ തിരിച്ചറിയുക. വിലാപം, വിശ്വരൂപം തുടങ്ങിയ രചനകളിലൂടെ മലയാള കവിതയ്ക്ക് പുതിയ മുഖം നൽകിയ എഴുത്തുകാരനായിരുന്നു VC ബാലകൃഷ്ണ പണിക്കർ. ഇത് ശരിയായ പ്രസ്താവനയാണ്. VC ബാലകൃഷ്ണ പണിക്കരെ ശ്രദ്ധേയനാക്കിയ അദ്ദേഹത്തിന്റെ മറ്റൊരു കൃതിയായിരുന്നു മലയാള വിലാസം. അത് തെറ്റാണ്. മലയാള വിലാസം അദ്ദേഹത്തിന്റെ കൃതിയല്ല. 54ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. പ്രസ്താവന എ ശരിയാണ്, എന്നാൽ ബി ശരിയല്ല. 54ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 55ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഓർ ശരിയായവ തിരിച്ചറിയുക. ഓരോ പ്രസ്താവനയും നമുക്ക് നോക്കാം. മലയാളത്തിലെ ആദ്യ ശബ്ദചിത്രമായ വിഗതകുമാരൻ റിലീസ് ചെയ്തത് 1938 ആയിരുന്നു. അത് തെറ്റായ പ്രസ്താവനയാണ്. ആദ്യത്തെ ശബ്ദചിത്രം വിഗതകുമാരൻ അല്ലായിരുന്നു, ബാലനായിരുന്നു. ഇത് ആദ്യത്തെ നിശബ്ദ ചിത്രമാണ് വിഗതകുമാരൻ. അത് റിലീസ് ചെയ്തത് 38-ലല്ല, 1928-ലുമാണ് വിഗതകുമാരൻ റിലീസ് ചെയ്തത്. അപ്പൊ ആ ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റാണ്. ആലപ്പി വിൻസെന്റ് ആയിരുന്നു വിഗതകുമാരൻ എന്ന ചിത്രത്തിന് ശബ്ദം നൽകിയത്. അതും തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കാരണം വിഗതകുമാരൻ എന്ന് പറയുന്നത്
നിശബ്ദ ചിത്രമായിരുന്നു. അപ്പൊ ഇത് രണ്ട് സ്റ്റേറ്റ്മെന്റും തെറ്റാണ്. അപ്പൊ ഇവിടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 55-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി. നമുക്ക് 56-ാമത്തെ ചോദ്യം നോക്കാം. 2025 മെയ് മാസത്തിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യ നടത്തിയ സൈനിക നടപടിയായ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ച് പത്രസമ്മേളനം നടത്തിയ ഇന്ത്യൻ വനിതാ സൈനിക ഉദ്യോഗസ്ഥർ ആരൊക്കെയായിരുന്നു? ഓപ്ഷൻ ഡി ആണ് ഇതിന്റെ ഉത്തരം. കേണൽ സോഫിയ ഖുറേഷിയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. 56-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 57-ാമത്തെ ചോദ്യം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഓർ ശരിയായവ തിരിച്ചറിയുക. ഓരോ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നമുക്ക് നോക്കി വരാം. മലയാള രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിച്ചത് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോൻ ആയിരുന്നു. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. 1884 ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോന്റെ പത്രാധിപത്യത്തിൽ വടകരയിൽ നിന്നും പ്രവർത്തനം ആരംഭിച്ച പത്രമായിരുന്നു കേരള കേസരി. അത് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. കേരള കേസരി അല്ല, കേരള പത്രികയാണ് ചെങ്കുളത്ത് കുഞ്ഞിരാമ മേനോന്റെ പത്രം. അപ്പൊ ബി സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ പ്രസ്താവന എ ശരിയാണ്, എന്നാൽ ബി ശരിയല്ല. അപ്പൊ ഓപ്ഷൻ എ ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. 57-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 58-ാമത്തെ ചോദ്യം നോക്കാം. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഓർ ശരിയായവ തിരിച്ചറിയുക. കേരളത്തിൽ നമ്പൂതിരി ബ്രാഹ്മണന്മാർക്കിടയിൽ സാമൂഹിക പരിഷ്കരണം ലക്ഷ്യമായി ആരംഭിച്ച യോഗക്ഷേമ സഭ നിലവിൽ വന്നത് 1908-ലാണ്. അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. തൃശൂരിൽ വെച്ചു ചേർന്ന യോഗക്ഷേമ സഭയുടെ വാർഷിക യോഗത്തിലാണ് യുവജന സംഘം രൂപീകരിക്കപ്പെട്ടത്. അപ്പൊ ഇത് രണ്ടും ശരിയാണ്. പ്രസ്താവന എയും ബിയും ശരിയാണ്. 58-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 59-ാമത്തെ ചോദ്യം നോക്കാം. ഡാഷിന് ഉദാഹരണമാണ് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ, ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, ഫ്രീ സോഫ്റ്റ്വെയർ. ഇതിന്റെ ഉത്തരം യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അപ്പോൾ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ ആണ് ഇത് ആന്റിവൈറസ് സോഫ്റ്റ്വെയർ. 59-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 60-ാമത്തെ ചോദ്യം. കോഡ് വ്യത്യാസപ്പെടുത്തുന്നതുവരെ ഉള്ളടക്കം മാറാതെ നിൽക്കുന്ന വെബ് പേജുകളെ ഡാഷ് എന്ന് വിളിക്കുന്നു. സ്റ്റാറ്റിക് വെബ് പേജ്. ഓപ്ഷൻ എ. 60-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 61-ാമത്തെ ചോദ്യം. എക്സൽ 2010 കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ സെൽ റെഫറൻസ് തെറ്റായി കൊടുക്കുന്നത് മൂലം കാണിക്കുന്ന സന്ദേശം ഏത്? ഇതിന്റെ ഉത്തരം PSC നൽകിയിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ്. 61-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 62-ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല ഏത്? ഓപ്ഷൻ സി. മലപ്പുറമാണ് ഇന്ത്യയിലെ ആദ്യത്തെ കമ്പ്യൂട്ടർ സാക്ഷരത നേടിയ ജില്ല. 62-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 63-ാമത്തെ ചോദ്യം. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്ക് ഏത്? ഇൻഫോടെക് പാർക്ക് മുംബൈ, ഇൻഫോ പാർക്ക് കൊച്ചി, ടെക്നോ പാർക്ക് തിരുവനന്തപുരം, ഇലക്ട്രോണിക് സിറ്റി പാർക്ക് ബംഗളൂരു. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. ടെക്നോ പാർക്ക് തിരുവനന്തപുരം. ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ട ആദ്യത്തെ IT പാർക്കാണ് ടെക്നോ പാർക്ക്, തിരുവനന്തപുരത്തെ ടെക്നോ പാർക്ക്. 63-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 64-ാമത്തെ ചോദ്യം. 2005 വിവരാവകാശ നിയമം അനുസരിച്ച് താഴെ പറയുന്നതിൽ കേന്ദ്ര സംസ്ഥാന ഇൻഫർമേഷൻ കമ്മീഷന്റെ അധികാരങ്ങളിൽ പെട്ടത് ഏത്? വ്യക്തികളെ വിളിച്ചു വരുത്തി നിർബന്ധപൂർവം ഹാജരാക്കാനും സത്യപ്രതിജ്ഞ ചെയ്ത് മൊഴിയായിട്ടോ രേഖാമൂലമോ തെളിവ് നൽകാൻ അവരെ നിർബന്ധിക്കാനുള്ള അധികാരം. ഇതാണ് ഇതിന്റെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ എ ആണ് 64-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം. 64-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 65. 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം അനുസരിച്ച് ഉപഭോക്താവിന്റെ അവകാശങ്ങളിൽ പെടുന്നത് ഏത്? എല്ലാ ഉൽപ്പന്നങ്ങളുടെയും സാമ്പിളുകൾ സൗജന്യമായി ലഭിക്കുവാനുള്ള അവകാശം. അത് തെറ്റാണ്. വിപണി നിരക്കിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങളോ സേവനങ്ങളോ ആവശ്യപ്പെടാനുള്ള അവകാശം. അതും തെറ്റാണ്. ഉൽപ്പന്നങ്ങളുടെയും സേവനങ്ങളുടെയും ഗുണമേന്മ, തൂക്കം, കാര്യക്ഷമത, പരിശുദ്ധി, വില എന്നിവയെ കുറിച്ച് അറിയാനുള്ള അവകാശം. അതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. അപ്പോൾ 65-ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 66-ാമത്തെ ചോദ്യം നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ സംബന്ധിച്ച് ശരിയല്ലാത്തത് ഏത്? നോക്കാം. ഓപ്ഷൻ എയിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള ഉടമ്പടികളും മറ്റ് അന്താരാഷ്ട്ര നിയമങ്ങളും പഠിക്കാനും അവ ഫലപ്രദമായി നടപ്പിലാക്കുന്നതിനുമുള്ള ശുപാർശകൾ നൽകാനുമുള്ള അധികാരം. അത് ശരിയാണ്. ഇനി ഇന്ത്യയിലെ പൗരന്മാരെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് ബോധവൽക്കരിക്കാനുള്ള ചുമതല. അതും ശരിയാണ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷൻ
മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ്, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, മുൻ സുപ്രീം കോടതി ജഡ്ജി എന്നീ പദവികൾ വഹിച്ചിട്ടുള്ള വ്യക്തിയാകാം. അത് തെറ്റാണ്. ഇതില് ഈ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ഇങ്ങനെ ഒരു കാര്യം പറയുന്നില്ല. അപ്പൊ ആരൊക്കെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാവാൻ ചാൻസ് ഉള്ളവര്? ഒന്നെങ്കിൽ മുൻ ഇന്ത്യൻ ചീഫ് ജസ്റ്റിസ് ആവാം, അല്ലെങ്കിൽ മുൻ സുപ്രീം കോടതി ജഡ്ജി ആവാം, അല്ല എങ്കിൽ സുപ്രീം കോടതി ജഡ്ജി. ഇവരിൽ 3 പേരിൽ ഒരാൾക്കാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷനാവാനുള്ള അധികാരം. അപ്പൊ അങ്ങനെയാണെങ്കിൽ 66ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 67ാമത്തെ ചോദ്യം, 2012 പോക്സോ നിയമം അനുസരിച്ച് താഴെ പറയുന്നവയിൽ ഏതാണ് ലൈംഗികാതിക്രമത്തിന്റെ പരിധിയിൽ വരുന്നത്? ഓപ്ഷൻ ഡി, മുകളിൽ പറഞ്ഞിരിക്കുന്നത് ഒന്നുമല്ല. 67ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 68ാമത്തെ ചോദ്യം നോക്കാം. 2005 ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകളെ സംരക്ഷിക്കുന്ന നിയമം അനുസരിച്ച് പരാതിക്കാരിയും പ്രതിയും സംയുക്തമായോ പ്രതി ഒറ്റയ്ക്കോ ഇരു കക്ഷികളും ഉപയോഗിക്കുന്നതോ ആയ ആസ്തികൾ, ബാങ്ക് ലോക്കറുകൾ, ബാങ്ക് അക്കൗണ്ടുകൾ പ്രവർത്തിപ്പിക്കൽ, സ്ത്രീധനം ഉൾപ്പെടെ സംയുക്തമായോ വെവ്വേറെയോ കൈവശം വെച്ചിരിക്കുന്ന മറ്റേതെങ്കിലും സ്വത്ത് മജിസ്ട്രേറ്റിന്റെ അനുമതിയില്ലാതെ അന്യാധീനപ്പെടുത്തുന്നത് വിലക്കിക്കൊണ്ടുള്ള ഉത്തരവ് താഴെ പറയുന്ന ഏത് ഉത്തരവിനോട് ബന്ധപ്പെട്ടിരിക്കുന്നു? PSC നൽകിയിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്, സംരക്ഷണ ഉത്തരവ്. 68ാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ എ ആണ് PSC ആൻസർ നൽകിയിരിക്കുന്നത്. 69ാമത്തെ ചോദ്യം നോക്കാം. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ 2025 ഇന്ത്യയിൽ നിന്ന് നാമനിർദ്ദേശം ചെയ്യപ്പെട്ട താൽക്കാലിക പട്ടികയിൽ ഉൾപ്പെടുന്ന സ്ഥലങ്ങൾ ഏത്? കാങ്കർവാലി ദേശീയോദ്യാനം ഉൾപ്പെടുന്നുണ്ട്, മുതുമൽ മെഗാലിത്തിക് മെൻഹിറുകൾ അതും ഉൾപ്പെടുന്നുണ്ട്, ചൗസർ യോഹിനി ക്ഷേത്രങ്ങൾ. അപ്പോ ഇത് 3 മേൽ പറഞ്ഞത് എല്ലാം ആണ് ഇതിന്റെ ഉത്തരം വരുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 69ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇനി 70ാമത്തെ ചോദ്യം, ഏകീകൃത സിവിൽ കോഡ് നടപ്പിലാക്കിയ ഇന്ത്യയിലെ പ്രഥമ സംസ്ഥാനം? ഉത്തരാഖണ്ഡ്. ഓപ്ഷൻ ബി. 70ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. ഇനി മാത്സ് സെക്ഷൻ ആണ്. മാത്സിന്റെ ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള അനാലിസിസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. കാണാത്തവരൊന്ന് കണ്ടു നോക്കുക. നമ്മളിപ്പോ ഇവിടെ ജസ്റ്റ് ആൻസേഴ്സ് മാത്രമാണ് നോക്കി വരുന്നത്. വിശദമായ അനാലിസിസ് വേണമെന്നുള്ളവർ വീഡിയോ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കുക. -5 നിന്നും ഏത് നമ്പർ കുറച്ചാലാണ് -14 കിട്ടുക? ഓപ്ഷൻ എ 9 ആണ് ഉത്തരം. 71ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 72 താഴെ കൊടുത്തിരിക്കുന്നവയിൽ വലുത് ഏത്? 48ന്റെ 4ൽ 3, 60ന്റെ 5ൽ 4, 48ന്റെ 3ൽ 4, 60ന്റെ 5ൽ 4. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 72ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 73ാമത്തെ ചോദ്യം, ഒരു പെൻസിലിന്റെ വില 4.54 ആയാൽ അതുപോലുള്ള 30 പെൻസിലുകളുടെ വില? 73ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 136.20. അപ്പൊ 73ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. റീഡ് എന്നാൽ $4% 6, പെയ്ഡ് എന്നാൽ $5 6 ആയാൽ റൈറ്റ്. അപ്പോ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 74ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 75 ഓറിയൽ is connected to room, then tendon to what? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി, മസിൽസ് ആണ് ഉത്തരം വരുന്നത്. 75ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 76 അരുൺ തന്റെ ക്ലോക്കിൽ 6 PM മണിക്കൂർ സൂചി വടക്ക് ദിശയിലേക്ക് സെറ്റ് ചെയ്തു. അങ്ങനെയെങ്കിൽ 9:15 PM ആ ക്ലോക്കിലെ മിനിറ്റ് സൂചിയുടെ ദിശ ഏത്? ഓപ്ഷൻ എ പടിഞ്ഞാറ്. 76ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 77ാമത്തെ ചോദ്യം, പ്ലസ് എന്നാൽ ഡിവിഷനും മൈനസ് എന്നാൽ മൾട്ടിപ്ലിക്കേഷനും മൾട്ടിപ്ലിക്കേഷൻ എന്നാൽ പ്ലസുമായാൽ 100 + 10 - 20 × 2 = 202. ഓപ്ഷൻ ബി ആണ് ഉത്തരം വരുന്നത്. 77ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 78ാമത്തെ ചോദ്യം നമുക്കിനി നോക്കാം. ഒറ്റയാനെ കണ്ടെത്തുക. ഇതിന് PSC ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. 343. 78ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 79 5, 10, 15, 20, 25 എന്നീ സംഖ്യകളുടെ ശരാശരി എത്ര? 10, 20, 15, 25. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 15 ആണ് ഉത്തരം വരുന്നത്. 79ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 80ാമത്തെ ചോദ്യം, 2n + 5 = 1024 ആയാൽ എക്സിന്റെ വില? ഓപ്ഷൻ എ 5. 80ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 81ാമത്തെ ചോദ്യം ഇംഗ്ലീഷ് സെഷൻ ആണ്. ഇനി ക്രിസ്ത്യൻസ് ഗോ ടു ചർച്ച് എവറി സൺഡേ ഡാഷ് ഡേ. ഇത് ക്വസ്റ്റ്യൻ ടാഗ് ആണ്. അപ്പം ഇതിന് ഡിഡിൻ, ഡോണ്ട്, വോണ്ട്, ഷുഡിൻ 4 തന്നിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഡോണ്ട്. അതെങ്ങനെയാണ് വന്നിരിക്കുന്നത്?
ഇവിടുത്തെ വെർബ് എന്ന് പറയുന്നത് ഗോയാണ്. ഗോ എന്ന് പറഞ്ഞാൽ അതിനെങ്ങനെ നമുക്ക് എഴുതാം? ഡു പ്ലസ് ഗോയാണ് ഗോ എന്ന് പറയുന്നത്. അപ്പൊ ഈ സ്റ്റേറ്റ്മെന്റ് പോസിറ്റീവ് ആണ്. അപ്പൊ ടാഗ് എന്തായിരിക്കണം? നെഗറ്റീവ് ആയിരിക്കണം. അപ്പൊ ഡു എന്നുള്ളതിന്റെ നെഗറ്റീവ് ഫോം ആയിരിക്കും എന്ത്? ഡോണ്ട്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി തന്നെയാണ്. 82ാമത്തെ ചോദ്യം, മൈ ബ്രദർ ഈസ് ഇൻട്രസ്റ്റഡ് ഡാഷ് റീഡിംഗ് സയൻസ് ഫിക്ഷൻ ഓൺ ആറ്റ് ഫ്രം ഇൻ. ഇത് പ്രപ്പോസിഷനുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ചോദ്യമാണ്. ഇതിന്റെ ഉത്തരം വരുന്നത് ഇൻ ആണ്. ഇൻട്രസ്റ്റഡ് ഇൻ എന്നാണ് ചേർത്ത് പറയുന്നത്. അപ്പോൾ 82ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 83ാമത്തെ ചോദ്യം, ഐ ഹാവ് ബീൻ ലിവിംഗ് ഇൻ ദിസ് ഹൗസ് ഡാഷ് ദ ലാസ്റ്റ് 10 years സിൻസ് ഫ്രം 4 to. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. 4 ആണ് വരുന്നത്. 83ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്. ഈ ചോദ്യങ്ങളെല്ലാം നമ്മൾ PYQ സീരീസിലെ ഇംഗ്ലീഷിന്റെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കുക. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ അവൈലബിൾ ആയിരിക്കും. 84ാമത്തെ ചോദ്യം, ഇഫ് യു സ്റ്റഡി വെൽ യു ഡാഷ് പാസ് ദ എക്സാമിനേഷൻ വിൽ, വുഡ്, വിൽ ഹാവ്, വുഡ് ഹാവ്. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. വിൽ ആണ് വരുന്നത്. 84ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 85ാമത്തെ ചോദ്യം, വൺ ഓഫ് ദ ബോയ്സ് ഡാഷ് ആബ്സെന്റ് ടുഡേ. കോൺകോഡിൽ നിന്ന് വന്നിരിക്കുന്ന ചോദ്യമാണ്. വൺ ഓഫ് ദ ശേഷം വരുന്നത് പ്ലൂറൽ നൗണും സിംഗുലാർ വെർബും ആയിരിക്കും. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഏതായിരിക്കും? തന്നിരിക്കുന്ന 4 ഓപ്ഷനിൽ സിംഗുലാർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ഈസ് ആണ്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ഡി ആണ്. 85ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 86ാമത്തെ ചോദ്യം, ഐ ഡാഷ് മുംബൈ ലാസ്റ്റ് ഇയർ. ഇതില് പാസ്റ്റ് ടെൻസ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം ലാസ്റ്റ് ഇയർ എന്നൊരു കീവേഡ് ഇവിടെ ഉണ്ട്. അപ്പൊ ഇത് പാസ്റ്റിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പൊ ഇതിൽ സിമ്പിൾ പാസ്റ്റിൽ വരുന്നത് ഓപ്ഷൻ ബി ആണ്, വിസിറ്റഡ്. അപ്പൊ ഇതിന്റെ ഉത്തരം വരുന്നത് ബി ആണ്. 86ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നമുക്ക് 87ാമത്തെ ചോദ്യം നോക്കാം. ഐ ഡാഷ് മൈ ന്യൂ ഡ്രസ് ഓൺ മൈ ബർത്ത്ഡേ. പുട്ട് അപ്പ്, പുട്ട് ഓഫ്, പുട്ട് അപ്പ് വിത്ത്, പുട്ട് ഓൺ. അപ്പൊ ഇത് ഫ്രേസൽ വെർബുമായിട്ട് റിലേറ്റ് ചെയ്തേക്കുന്ന ചോദ്യമാണ്. അപ്പൊ ധരിക്കുക എന്ന അർത്ഥം വരും. അങ്ങനെ വരുന്ന ഫ്രേസൽ വെർബ് ഓപ്ഷൻ ഡി, പുട്ട് ഓൺ ആണ്. 87ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 88ാമത്തെ ചോദ്യം, ദ ആന്റോണിം ഫോർ അമേച്ചർ ഈസ് പ്രൊഫഷണൽ, സ്ട്രേഞ്ച്, ഇൻഡിഫറൻറ്റ്, ഹോണസ്റ്റ്. ഇതിന്റെ അമേച്ചറിന്റെ ആന്റോണിം എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്, പ്രൊഫഷണൽ. അപ്പോൾ 88ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ. 89ാമത്തെ ചോദ്യം, ഹി ഹാസ് ബീൻ എലക്ടഡ് ടു ദ ഡാഷ്. ഓപ്ഷൻ ബി ആണ് ശരിയായ സ്പെല്ലിംഗ് ഉള്ള കൗൺസിൽ. അപ്പൊ 89ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 90ാമത്തെ ചോദ്യം നോക്കാം. ദ സിനോണിം ഫോർ അമിയബിൾ ഈസ്. അമിയബിളിന്റെ സിനോണിം എന്താണ്? ഫ്രണ്ട്ലി. 90ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. ഇനി മലയാള സെഷൻ ആണ്. മലയാളത്തിലെ ആദ്യത്തെ ചോദ്യം, 91ാമത്തെ ചോദ്യം, ശരിയായ പദം തിരഞ്ഞെടുക്കുക. ഇതിൽ PSC ആൻസർ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ എ ആണ്. ഈ ഓപ്ഷൻ ബിയും അതിഥിയും ശരിയായ രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. PSCയുടെ പ്രൊവിഷണൽ ആൻസർ കീ അനുസരിച്ചിട്ട് 91ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. 92ാമത്തെ ചോദ്യം, ഭൂമിയുടെ പര്യായ പദം അല്ലാത്തത് ഏത്? ഓപ്ഷൻ സി, ജനനി. 92ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. 93, അങ്കുശം എന്നതിന്റെ വിപരീത പദം ഏത്? അപങ്കുശം, നിരങ്കുശം, അനങ്കുശം, സങ്കുശം. ഇതിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അങ്കുശത്തിന്റെ വിപരീത പദം നിരങ്കുശം. 93ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 94, കൺ പ്ലസ് നീർ ചേർത്തെഴുതുക. കണ്ണീർ, കണ്ണീർ, കണ്ണുനീർ, കണ്ണുനീർ. ഓപ്ഷൻ ബി ആണ് ഉത്തരം. 94ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി. 95, ശരിയായ വാക്യം ഏത്? രാമനും കൃഷ്ണനോ അവിടെ പോയില്ല. അത് തെറ്റായ വാക്യമാണ്. രാമനും കൃഷ്ണനും അവിടെ പോയില്ല എന്നായിരുന്നെങ്കിൽ കറക്റ്റ് ആയിനെ. ഓരോ ആളുകളും മുന്നോട്ട് വരണം, അത് തെറ്റാണ്. ഓരോ ആളും മുന്നോട്ട് വരണം എന്നുള്ളതാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്. മറ്റ് ഗത്യന്തരമില്ലാതെ അയാൾ തിരിച്ചടിച്ചു, അതും തെറ്റാണ്. കാരണം മറ്റ് ഗത്യന്തരം എന്ന് പറയണ്ട, ഒന്നുകിൽ ഗത്യന്തരമില്ലാതെ അയാൾ തിരിച്ചടിച്ചു എന്ന് പറഞ്ഞാൽ മതി. മുതിർന്നവരെ നാം ബഹുമാനിക്കണം, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ 95ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 96ാമത്തെ ചോദ്യം നോക്കാം. പ്രത്യുപകാരം തിരിച്ചെഴുതുക. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. പ്രതി പ്ലസ് ഉപകാരമാണ് പ്രത്യുപകാരം. 96ാമത്തെ ചോദ്യം ഓപ്ഷൻ സി ആണ് ഉത്തരം. 97ാമത്തെ ചോദ്യം നോക്കാം. ആസ് ദ സീഡ് സോ ദ സ്പ്രൗട്ട്. താഴെ കൊടുത്തവയിൽ സമാനമായ പരിഭാഷ ഏത്? കാലത്തെ വിതച്ചാൽ നേരത്തെ കൊയ്യാം, വിതച്ചതേ കൊയ്യൂ,
വിത്തെടുത്തുണ്ണരുത്, വിത്ത് ഗുണം 10 ഗുണം. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി, വിത്ത് ഗുണം 10 ഗുണം എന്നുള്ളതാണ്. 97ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി. 98, ഈ പദത്തിന്റെ സ്ത്രീലിംഗം ഏതാണ്? കവി. കവി എന്നുള്ളതിന്റെ സ്ത്രീലിംഗമാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ PYQ സീരീസിലെ 2ാമത്തെ ക്ലാസ്സിൽ ഇത് ഞാൻ കോഡ് സഹിതം പറഞ്ഞിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്, കാണേണ്ടവർ ഒന്ന് കണ്ടു നോക്കുക. ഇതിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, കവയിത്രി. 98ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ സി. 99ാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ അലിംഗ ബഹുവചനത്തിന് ഉദാഹരണമല്ലാത്ത പദമേത്? മക്കൾ, ജനങ്ങൾ, ആൺകുട്ടികൾ, തൊഴിലാളികൾ. ഇതിന്റെ ഉത്തരം ആൺകുട്ടികളാണ്. ആൺകുട്ടികൾ എന്നുള്ളത് സലിംഗ ബഹുവചനമാണ്. സലിംഗ ബഹുവചനം. അപ്പൊ ഇതെല്ലാം നമ്മൾ PYQ സീരീസിൽ പറഞ്ഞിരിക്കുന്ന ചോദ്യങ്ങളാണ്. അപ്പോൾ നിങ്ങൾ PYQസിന്റെ ഇമ്പോർട്ടൻസ്, പ്രീവിയസ് ക്വസ്റ്റ്യൻസിന്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾ ഇന്ന് മനസ്സിലാക്കണം. അപ്പൊ മലയാളവും ഇംഗ്ലീഷും മാത്സും എല്ലാം അധികവും പ്രീവിയസ് ആയിട്ട് ചോദിച്ചത് തന്നെയാണ് ഇന്ന് റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചു വരുന്നത്. അപ്പൊ ആ ചോദ്യങ്ങൾ ഒരിക്കലും നിങ്ങൾ മിസ് ചെയ്യാതെ എല്ലാം അപ് ടു ഡേറ്റ് ആയിട്ട് നോക്കി പോകാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പൊ 99ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 100ാമത്തെ ചോദ്യം, അറിയാനുള്ള ആഗ്രഹം എന്നതിന്റെ ഒറ്റപ്പദം എടുത്തെഴുതുക. അറിയാനുള്ള ആഗ്രഹമാണ് എന്ത്? ജിജ്ഞാസ. അപ്പോ 100ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. അപ്പൊ നമ്മുടെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ള കാര്യമൊക്കെ നിങ്ങളൊന്ന് കമന്റിലൂടെ ഞങ്ങളെ അറിയിക്കുക. അതുപോലെ നമ്മുടെ ക്ലാസ് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ട് എങ്കിൽ അതും നിങ്ങൾ ഞങ്ങളെ കമന്റിലൂടെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടുതൽ പേരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് നൽകുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക്